രാജു ഗ്രാമത്തിൽ കുസൃതിക്കുട്ടനായി പ്രശസ്തനായിരുന്നു. ദിവസങ്ങൾ കഴിയുംതോറും അവന്റെ കുസൃതികൾ കൂടി. സുഹൃത്തുക്കളോടൊപ്പം രാജുവിന്റെ അലഞ്ഞുതിരിഞ്ഞുള്ള ജീവിതവും കുരുത്തക്കേടുകളും ദിനംപ്രതി വർദ്ധിച്ചു. ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ രാജുവിന്റെ അമ്മയും അച്ഛനും ഒരു ധീരമായ തീരുമാനമെടുത്തു. അവനെ അറബ് രാജ്യത്തേക്ക് അയച്ചു. അവിടെ രാജുവിന്റെ ജീവിതം എങ്ങനെ മാറി, അവന്റെ ജീവിതത്തിലേക്ക് 5 പെൺകുട്ടികൾ എങ്ങനെ വന്നു, അവർ വന്നതിനു ശേഷം രാജുവിന്റെ ജീവിതം എങ്ങനെ തിരിഞ്ഞു, ഇതെല്ലാം അറിയാൻ ഈ കഥ പൂർണ്ണമായും കേൾക്കൂ. തെലങ്കാനയിലെ ഒരു വിദൂര ഗ്രാമം. രാമയ്യ തന്റെ കൈവശമുള്ള ചെറിയ ഭൂമിയിൽ കൃഷി ചെയ്ത് തന്റെ ഏക മകനായ രാജുവിന്റെ ഭാവിക്കായി അധ്വാനിച്ചു. പക്ഷേ അവന് അമ്മയുടെയും അച്ഛന്റെയും വിയർപ്പിന്റെ മൂല്യം മനസ്സിലായിരുന്നില്ല. അവർ നൽകിയ പണം മുഴുവൻ വെറുതെ ചെലവാക്കി. സ്കൂളിൽ പോകാതെ ദിവസം മുഴുവൻ ഹോട്ടലിൽ ഇരുന്ന് മദ്യപിച്ചും സിഗരറ്റ് വലിച്ചും കാലം കളഞ്ഞു. തന്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളോടൊപ്പം ആയിരുന്നതിനാൽ താൻ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് അവൻ മനസ്സിലായില്ല. എന്നാൽ രാജുവിന്റെ മേൽ കോടി സ്വപ്നങ്ങൾ വച്ചിരുന്ന അവന്റെ അമ്മയും അച്ഛനും ഇതൊന്നും അറിയാതെ അവൻ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നുവെന്ന് വിചാരിച്ച് അഭിമാനിച്ചു. ഒരു ദിവസം സ്കൂളിൽ പുസ്തകങ്ങൾ വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞ് രാജു അച്ഛനോട് ആവശ്യപ്പെട്ടു. പഠിപ്പിനു വേണ്ടിയാണെന്ന് കേട്ടപ്പോൾ രാമയ്യ സന്തോഷത്തോടെ ഒരു ചിന്തയുമില്ലാതെ പണം നൽകി. ആ പണം കയ്യിൽ കിട്ടിയതോടെ രാജുവിന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക്കുമുളച്ചു. സന്തോഷത്തോടെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. പക്ഷേ അതേ ദിവസം രാമയ്യയും ഒരു ജോലിക്കായി പട്ടണത്തിലെത്തി. വെയിലിൽ ഏറെ നേരം നടന്നതിനാൽ തല കറങ്ങുന്നതുപോലെ തോന്നി. എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ എവിടെയോ കേട്ട ഒരു ശബ്ദം കാതിൽ മുഴങ്ങി. തിരിഞ്ഞു നോക്കിയ രാമയ്യയുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. രാജു തന്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ച് കലാപരിപാടികളിൽ മുഴുകിയിരുന്നു. അവന്റെ കയ്യിൽ രാമയ്യ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒന്നുണ്ടായിരുന്നു, ഒരു സിഗരറ്റ്. കണ്ണീരിൽ കുതിർന്ന ഹൃദയവുമായി രാമയ്യ രാജുവിന്റെ നേർക്ക് മെല്ലെ നടന്നു. അച്ഛനെ കണ്ടതോടെ രാജു ഭയന്നു. "നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഈ സമയം സ്കൂളിൽ വേണ്ടേ?" എന്ന് രാമയ്യ ചോദിച്ചു. രാജു സമാധാനം പറയാൻ ശ്രമിച്ച്, അച്ഛാ, ഇന്ന് സ്കൂളിന് അവധിയാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. "അവധിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്ന് എനിക്ക് വയലിൽ സഹായിക്കേണ്ടേ? ഇവിടെ എന്താണ് ഈ കോലം?" എന്ന് രാമയ്യ ദേഷ്യത്തോടെ ചോദിച്ചു. "സോറി അച്ഛാ, ഇനി ഇങ്ങനെ നടക്കില്ല. ഇനി മുതൽ നീ പറയുന്നതുപോലെ ചെയ്യാം" എന്ന് രാജു മറുപടി നൽകി. "നീ ഇപ്പോൾ ചെലവാക്കിയ പണം രാവിലെ പുസ്തകത്തിന് എടുത്തതല്ലേ?" എന്ന് രാമയ്യ നേരിട്ട് ചോദിച്ചു. ഈ ചോദ്യത്തിന് രാജുവിന് ഉത്തരം നൽകാനായില്ല. നാണത്തോടെ തല കുനിച്ചു. രാമയ്യ ഒന്നും മിണ്ടാതെ വീട്ടിലെത്തി. ഭാര്യയോട് ഈ സംഭവം പങ്കുവച്ചില്ല. രാജുവിനോട് ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചില്ല. പക്ഷേ ഉടനെ സ്കൂളിൽ പോയി എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞു. ആ രാത്രി രാജുവിന്റെ തോളിൽ കൈവച്ച്, "രാജു, എന്താണ് സംഭവിച്ചത്? 1 വർഷമായി നീ സ്കൂളിൽ പോകുന്നില്ലെന്നല്ലേ?" എന്ന് ചോദിച്ചു. രാജു ഭയത്തോടെ നിന്നു. "നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിനക്കുവേണ്ടി ഞാനും നിന്റെ അമ്മയും എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ?" എന്ന് രാമയ്യ ദുഃഖത്തോടെ പറഞ്ഞു. ഈ വാക്കുകൾ രാജുവിന്റെ മനസ്സിനെ കുലുക്കി. ഇത്രനാൾ താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവൻ മനസ്സിലായി. ആ രാത്രി അവൻ ഉറക്കം വന്നില്ല. എന്തെങ്കിലും ചെയ്യണം, ഇനി അമ്മയെയും അച്ഛനെയും ഞാൻ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ പഠനം എന്നത് അവന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൻ മനസ്സിലായില്ല. എങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് കരുതി പുലർച്ചെ എഴുന്നേറ്റ് ഗ്രാമത്തിലേക്ക് പോയി. കിട്ടുന്ന ഏത് ജോലിയും രാജു ചെയ്തു. വന്ന പണം വീട്ടിൽ കൊണ്ടുവന്ന് നൽകി. ഓരോ ദിവസവും ജോലിക്ക് പോയി സമ്പാദിച്ചത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാജുവിലെ മാറ്റം കണ്ട് രാമയ്യക്ക് സന്തോഷമായി. എന്നാൽ രാജു ഇങ്ങനെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. നന്നായി പഠിച്ച് ഒരു നല്ല ജോലി നേടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിന് സാധ്യത തോന്നിയില്ല. ഏറെ ആലോചിച്ച ശേഷം രാമയ്യ രാജുവിന്റെ ഭാവിക്കായി ഒരു വലിയ തീരുമാനമെടുത്തു. അവനെ അറബ് രാജ്യത്തേക്ക് അയക്കണം. ഈ കാര്യം രാജുവിനോട് പറഞ്ഞപ്പോൾ അവനും സമ്മതിച്ചു. പക്ഷേ അപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം ഉയർന്നത്. അറബ് രാജ്യത്തേക്ക് പോകാൻ ലക്ഷങ്ങൾ വേണം. എന്ത് ചെയ്യണമെന്നറിയാതെ രാമയ്യ തന്റെ ഭൂമിയുടെ ഒരു ഭാഗം വിറ്റു. ആ പണവുമായി രാജു തന്റെ ഗ്രാമം വിട്ട് പണം സമ്പാദിക്കാൻ വിദേശത്തേക്ക് പോയി. അറബ് രാജ്യത്ത് രാജുവിന്റെ മനസ്സ് അമ്മയുടെയും അച്ഛന്റെയും ത്യാഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ലഭിക്കുന്ന ഏത് ജോലിയും അവൻ ചെയ്തു. പക്ഷേ ആ പണം അവൻ തന്നെ തികഞ്ഞിരുന്നില്ല. ജോലിക്കായി എല്ലാവരോടും ചോദിച്ചു നടന്നു. ഒരാൾ, "മരുഭൂമിയിൽ ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. അവിടെ കുറച്ച് ആടുകളും കോഴികളും ഉണ്ട്. അവയെ നോക്കണം. പക്ഷേ ആ പ്രദേശത്ത് മനുഷ്യർ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ശമ്പളം 1000-ങ്ങളിൽ ഉണ്ടാകും" എന്ന് പറഞ്ഞു. രാജു ഒരു നിമിഷം പോലും ആലോചിക്കാതെ, "ഞാൻ പോകാം, ഉടമയോട് സംസാരിക്കൂ" എന്ന് പറഞ്ഞു.
ഉടമയ്ക്കും അടിയന്തരമായി ഒരു ജോലിക്കാരൻ വേണമായിരുന്നു. രാജുവിനെ ജോലിക്കെടുത്തു. ഉടമ രാജുവിനെ തന്റെ കാറിൽ കയറ്റി. യാത്ര തുടങ്ങി. ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും അവർ എത്തേണ്ട സ്ഥലത്തെത്തിയില്ല. രാത്രി വെളുത്തു, എന്നിട്ടും ആ സ്ഥലം വന്നില്ല. രാജുവിന് താൻ ഈ ലോകത്ത് നിന്ന് ദൂരേക്ക് പോകുന്നതുപോലെ തോന്നി. എന്നാൽ അമ്മയെയും അച്ഛനെയും ഓർത്തപ്പോൾ മനസ്സിനെ സമാധാനപ്പെടുത്തി. ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞപ്പോൾ രാജു എത്തേണ്ട സ്ഥലത്തെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ രാജു കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. കണ്ണെത്തുന്ന ദൂരം വരെ എവിടെ നോക്കിയാലും മണൽ, വെറും മണൽ. ഒരു മനുഷ്യനില്ല, ഒരു മരമില്ല, ഒരു പുല്ലുപോലുമില്ല. ഉടമ സാധനങ്ങൾ ഇറക്കി ദൂരെയുള്ള ഒരു ഫാമിലേക്ക് ചൂണ്ടി. അതാണ് നിന്റെ താമസസ്ഥലം. അവിടെ കുറച്ച് കുടിലുകൾ, കുറച്ച് ആടുകൾ, ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. ഇനി മുതൽ അവയെ നോക്കുകയാണ് നിന്റെ ജോലി. ഞാൻ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു. രാജുവിന് അമ്മയോടും അച്ഛനോടും സംസാരിക്കണമെന്ന് തോന്നി. പക്ഷേ ഫോണിന്റെ സ്ക്രീനിൽ നോ സിഗ്നൽ എന്ന് കണ്ടു. നിരാശയോടെ അവൻ ഒറ്റയ്ക്ക് നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഉടമ പറഞ്ഞ ജോലി രാജു ചെയ്തുകൊണ്ടിരുന്നു. ഓരോ 15 ദിവസത്തിനും ഒരിക്കൽ ഉടമ വന്ന് ആവശ്യമായ സാധനങ്ങൾ നൽകി. സിഗ്നൽ കിട്ടുമ്പോൾ രാജു അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് മണൽക്കാറ്റ് തുടങ്ങി. അപ്പോൾ പുറത്തുനിന്ന് ചില നിലവിളികൾ കേട്ടു. ഈ സമയത്ത് ഇവിടെ ആർ എന്ന് ചിന്തിച്ചു പുറത്തേക്ക് നോക്കിയ രാജുവിൻ തന്റെ കുടിലിന് നേർക്ക് ഒരു കാർ വരുന്നത് കണ്ടു. ഉടമയാകും എന്ന് കരുതി അവൻ ഓടി. പക്ഷേ ഒരാളല്ല, 5 പേർ. പെൺകുട്ടികളുടെ നിലവിളി കേട്ട് അവൻ ആ ഭാഗത്തേക്ക് ഓടി. മണലിൽ കുടുങ്ങിയ കാർക്കരികിൽ 5 പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. ദിവസങ്ങളോളം മനുഷ്യരെ കാണാതിരുന്ന രാജുവിന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. 5 പേരിൽ ഒരാൾ മുന്നോട്ട് വന്ന്, ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങൾ വെറുതെ ചുറ്റാൻ വന്നതാണ്. പക്ഷേ ഈ മണൽക്കാട്ടിൽ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. രാജു അവർക്ക് ധൈര്യം പകർന്ന് തന്റെ കുടിലിലേക്ക് കൊണ്ടുവന്നു. ആ രാത്രി ആ 5 പേരും രാജുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഒറ്റയ്ക്കായിരുന്ന രാജു ആ ദിവസം സന്തോഷവാനായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉത്സാഹത്തോടെ അവർക്ക് കാപ്പി തയ്യാറാക്കി. ഒരാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. രാജുവിന് പറയാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പോകേണ്ടിയിരുന്നു. കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കാർ നീങ്ങിയില്ല. ഇനി എന്ത് ചെയ്യും എന്ന് ഒരാൾ വിഷമത്തോടെ ചോദിച്ചു. രാജു, നോക്കൂ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കൂടെ ഇവിടെ തന്നാം. എന്റെ ഉടമ 15 ദിവസത്തിന് ഒരിക്കൽ വരും. ഇപ്പോൾ 10 ദിവസമായി, ഇനി 5 ദിവസത്തിനുള്ളിൽ വരും. അവനോടൊപ്പം പോകാം എന്ന് പറഞ്ഞു. അവർക്കും വേറെ വഴിയില്ലായിരുന്നു. അവിടെ തങ്ങാൻ സമ്മതിച്ചു. ദിവസങ്ങൾ കഴിയും തോറും അവർ രാജുവിനോട് അടുത്തു. രാജു, ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് എന്തിനാണ് നീ? ഇത്ര നല്ലവൻ ഈ അവസ്ഥ എങ്ങനെ വന്നു എന്ന് അവർ ചോദിച്ചു. രാജു ഒന്നും മറച്ചുവെക്കാതെ തന്റെ ജീവിതകഥ പറഞ്ഞു. അവന്റെ സത്യസന്ധത, വീട്ടിനെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ അവരെ ആകർഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ രാജുവിന്റെ അടുത്ത സുഹൃത്തുക്കളായി. പക്ഷേ 15 ദിവസം കഴിഞ്ഞിട്ടും ഉടമ വന്നില്ല. രാജു, നിന്റെ ഉടമ 15 ദിവസത്തിന് ഒരിക്കൽ വരുമെന്നല്ലേ പറഞ്ഞത്? ഇനിയും എന്തേ വന്നില്ല എന്ന് ഒരാൾ ചോദിച്ചു. എനിക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് രാജു പറഞ്ഞു. മറ്റൊരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഉടമ വന്നു. രാജു കാര്യം പറഞ്ഞതോടെ അവൻ ആ 5 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ 5 പെൺകുട്ടികളും രാജുവിനെ തങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ വീണ്ടും വന്നു. രാജുവിന്റെ സത്യസന്ധത, ലാളിത്യം, നന്മ എന്നിവ അവരെ ആകർഷിച്ചിരുന്നു. രാജുവും അവരോടൊപ്പം പോയി. മരുഭൂമിയിൽ നിന്ന് പുറത്തെത്തിയ രാജു ആ 5 പേരുടെ വീടുകളിൽ ജോലിക്ക് ചേർന്നു. എല്ലാ ജോലികളും ചെയ്തു. മാർക്കറ്റിൽ പോകൽ, അവർ എവിടെ പോയാലും ഡ്രൈവറായും കാവൽക്കാരനായും ഒപ്പം പോകൽ. വൈകുന്നേരമായാൽ എല്ലാവരോടും ചേർന്ന് സംസാരിക്കും. ദിവസങ്ങൾ കഴിയും തോറും രാജു അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. നീണ്ടനാൾ രാജു വീട്ടിൽ പോകാതിരുന്നത് ശ്രദ്ധിച്ച പെൺകുട്ടികൾ അവനെ ഗ്രാമത്തിലേക്ക് അയച്ചു. അവനോടൊപ്പം ഷോപ്പിംഗിന് പോയി പണം നൽകി അയച്ചു. ഒരു കാലത്ത് ഉപയോഗശൂന്യനായിരുന്ന രാജുവിന്റെ കൈവശം ഇപ്പോൾ ഒരു നല്ല കാർ, ഒരു നല്ല വീട് ഉണ്ടായിരുന്നു. അവന്റെ ജീവിതം മാറിമറിഞ്ഞിരുന്നു. രാമയ്യയും ഭാര്യയും രാജുവിന്റെ മാറ്റം കണ്ട് സന്തോഷിച്ചു. ഒരു ദിവസം രാമയ്യ, രാജു, ഇപ്പോൾ നിന്റെ കൈവശം എല്ലാമുണ്ട്. ഇനി നിനക്ക് വിവാഹം കഴിച്ചാൽ ആ ഉത്തരവാദിത്വവും തീർക്കാം. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. രാജു, ഇപ്പോൾ വേണ്ട അച്ഛാ, എനിക്ക് ശരിയാണെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ പറയാം എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജു വീണ്ടും അറബ് രാജ്യത്തേക്ക് യാത്രയായി. ഭാരതത്തിൽ നിന്ന് തന്റെ 5 സുഹൃത്തുക്കൾക്കായി സമ്മാനങ്ങൾ, സാരികൾ, വിവിധ വിഭവങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി. ഇവ കണ്ടതോടെ ആ പെൺകുട്ടികൾ വളരെ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷത്തോടൊപ്പം
രാജുവുമായുള്ള അവരുടെ ബന്ധം മറ്റൊരു രൂപം സ്വീകരിച്ചു. അവർക്ക് അറിയാതെ തന്നെ രാജുവിനോട് പ്രണയം തുടങ്ങി. എന്നാൽ 5 പേരും ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ആരെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ രാജു ഒപ്പം വേണം. ഒരു വേള രാജു ഒരാളോടൊപ്പം പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ളവർ ഓരോ നിമിഷവും ഫോൺ ചെയ്യും. എല്ലാവരുടെയും മനസ്സിൽ രാജുവിനോടുള്ള ഒരേ ഭാവം. അതുകൊണ്ട് മുമ്പുള്ളതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കാനായില്ല. രാജു ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു ദിവസം അവരുടെ സംഭാഷണത്തിൽ നിന്ന് സത്യം മനസ്സിലായി. ആ രാത്രി രാജുവിന് ഉറക്കം വന്നില്ല. ഇത് അവരുടെ അമ്മയും അച്ഛനും അറിഞ്ഞാൽ എന്താകും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടു. പിറ്റേന്ന് ആ 5 പേരുടെയും അടുത്തെത്തി, ഞാൻ ഇനി ഈ ജോലി നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വലിയ കല്ല് വീണതുപോലെ ആയി. എന്തിന്? ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടാകും, പക്ഷേ നിന്റെ എല്ലാവരും മുമ്പുള്ളതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം എന്ന് രാജു ഒരു വ്യവസ്ഥയോടെ പറഞ്ഞു. പ്രണയം കൊണ്ട് അവർ സമ്മതിച്ചെങ്കിലും മനസ്സോടെ മുമ്പുള്ളതുപോലെ ഒന്നിക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരായി തങ്ങളുടെ മനസ്സിലുള്ളത് പറഞ്ഞ് രാജുവിന്റെ തീരുമാനത്തിന് സമയം നൽകി. എല്ലാവരും തങ്ങളുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യ രാജു എല്ലാവരെയും വിളിച്ച്, നിന്റെ എനിക്ക് ചെയ്ത സഹായത്തിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. പക്ഷേ നിന്റെ ഇവരിൽ ഒരാളെ വിവാഹം കഴിച്ചാൽ ബാക്കി 4 പേർ വിഷമിക്കും. 2 പേരെ വിവാഹം കഴിച്ചാൽ 3 പേർ വിഷമിക്കും. ഇതിലും കൂടുതൽ പേരെ വിവാഹം കഴിച്ചാൽ എന്റെ ധർമ്മം അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് രാജുവിനെ നോക്കി. നിന്റെ എല്ലാവരും നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് എന്റെ മനസ്സിലുള്ളത് പറയും. അവൾ തന്നെ എന്റെ ഭാവി ഭാര്യ. ഇതിന് സമ്മതിക്കുമല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ആ രാത്രി രാജു തനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്തെത്തി. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഭാരതത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൾ, നിനക്കുവേണ്ടി ഞാൻ എല്ലാവരെയും വിട്ടുവരാം, പക്ഷേ എനിക്ക് വേണ്ടി നീ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇരുവരും തങ്ങളുടെ പ്രണയം കൊണ്ട് വ്യവസ്ഥകൾ അംഗീകരിച്ചു. ആ രാത്രി തന്നെ രാജു അവളോടൊപ്പം ഭാരതത്തിലെത്തി. ഇവൾ തന്നെ എന്റെ ഭാവി ഭാര്യ എന്ന് പറഞ്ഞു. അവൾക്കുവേണ്ടി ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് രാജുവിന്റെ കഥ. സുഹൃത്തുക്കളെ, ഈ കഥ കേട്ട് നിന്റെ എന്താണ് തോന്നിയത്? കമന്റുകളിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.